നമ്മുടെ ഒരു പുതിയ നന്മമരം DGP കൂടി നമ്മുടെ നാട്ടിലേക്ക് അങ്ങ് സംഘപരിവാറുകാർ കുറ്റിന്ന് കയറയിച്ച് ഇറക്കി വിടുകയാണ്. തൃശ്ശൂരിൽ സിനിമയിലെ ഒരു ആക്ഷൻ ഹീറോയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഐത്തവും കണ്ട് മടുത്തിരിക്കുന്ന നമ്മളുടെ മുന്നിലേക്കാണ് പുതിയൊരു നന്മമരമായിട്ട് DGP ശ്രീലേഖ മേഡത്തെ അല്ലെങ്കിൽ അംഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു ദൃശ്യം കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വീണ്ടും പറയണമെന്ന് തോന്നിയത്. ഒരു അംഗത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ ആ ദൃശ്യം കണ്ടപ്പോൾ സ്വന്തമായിട്ട് ഈ കളസോങ്കിലും എടുത്തിടുമെന്നുള്ള സംശയം തോന്നുകയാണ്. കാര്യം DGP ആയിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഒരു പേന എഴുതാൻ വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പോലും പോലീസുകാർ വേണം. അതും പോരാഞ്ഞിട്ട് പോലീസിലെ ഈ പറയുന്ന കോൺസ്റ്റബിൾ PSC പരീക്ഷ എഴുതി കയറുന്നവരാണ്. അവരോട് നമുക്ക് മതിപ്പോ അവരോട് ബഹുമാനമോ ആദരവോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷ എഴുതിയിട്ട് വന്നവരെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുമോ? ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. നിങ്ങൾ ഈ സംഘപരിവാറുകാർ ഇതുപോലുള്ള പലതിനെയും കുറ്റിന്ന് കയറഴിച്ച് സമൂഹത്തിലേക്ക് വിടും. കാര്യം പിന്നീട് നിങ്ങൾ സഹിച്ചോളാം. ഞങ്ങൾ IPS ആണ്, IAS ആണ്, അല്ലെങ്കിൽ മറ്റേ ആക്ഷൻ ഹീറോ ബിജു ആണ്, ഭരചന്ദ്രൻ IPS ആണെന്നുള്ള നിലയ്ക്കൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചവരുടെ കെടുതികൾ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണും. ഒരു അപേക്ഷ കൊണ്ട് ചെല്ലുമ്പോൾ ഇത് എൻ്റെ അടുത്തല്ല, മറ്റേ പ്രസിഡന്റിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കൂ, സാനിറ്റൈസർ ഒരു പാവപ്പെട്ടവർ വന്ന് കൈ തൊട്ടാൽ ഉടനടി സാനിറ്റൈസർ അടിച്ച് കൈ കഴുകുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടു. പക്ഷേ ഈ സവർണ കുലത്തിൽപ്പെട്ട ഏറെങ്കിലും കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ തൊട്ടാൽ ഉടനടി അതിൽ ഒരു ഐത്തം അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനോഭാവം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സുരേഷ് ഗോപി ശാസ്ത്രമംഗലത്ത് വിജയിച്ച് വന്നാൽ കാണാൻ പോകുന്നത്? നിങ്ങൾ മുൻകാലങ്ങളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കാണുമ്പോഴായിരിക്കണമല്ലോ ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത്. ഈ ദൃശ്യം ഒന്ന് കണ്ടേ. വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലാണ് ADGPയുടെ പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ രാപ്പകൽ ഭേദമില്ലാതെ പോലീസ് വാഹനങ്ങളും പോലീസുകാരെ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു.